2025 ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നു. BC എന്നും AD എന്നും ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ച നമ്മുടെ കർത്താവും രക്ഷകനും രാജാവുമായവന്റെ ജനനം കൊണ്ടാടുന്ന ക്രിസ്മസ് കാലം എല്ലാ വർഷവും ഷെക്കീന ന്യൂസിന് അത്യാനന്ദത്തിന്റെയും ആവേശത്തിന്റെയും ഉണർവിന്റെയും നാളുകളാണെങ്കിലും ഈ പ്രാവശ്യം ഈ ആഘോഷങ്ങൾക്ക് ഒരു ഇരട്ടി മധുരമുണ്ട്. ഈ ക്രിസ്മസ് ഷെക്കീന ന്യൂസിന് രക്ഷകന്റെ തിരുപ്പിറവിയുടെ ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണം മാത്രമായിരുന്നില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കുമെന്ന തന്റെ വാഗ്ദാന പൂർത്തീകരണം കർത്താവ് അത്ഭുതകരമായി നിറവേറ്റിയ അനുഗ്രഹീത നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ പറഞ്ഞറിയിക്കാനാകാത്ത ഹൃദയ നിറവിന്റെയും ആത്മീയ ആനന്ദത്തിന്റെയും കൃതജ്ഞതയുടെയും അനുഭവം കൂടിയായിരുന്നു. സ്വർഗം നേരിട്ട് ഷെക്കീനയ്ക്ക് ഒരു ക്രിസ്മസ് സമ്മാനം നൽകി അനുഗ്രഹിക്കുകയായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ തുർക്കിയുടെ ചരിത്ര പൈതൃകമുള്ള മണ്ണിലായിരുന്നു ഷെക്കീനയ്ക്കായി കർത്താവ് അസുലഭ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു തന്നത്. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ 267 അവകാശി ലെയോ 14 പാപ്പ നടത്തിയ ആദ്യ അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയിൽ പങ്കുചേരാൻ ടീം ഷെക്കീനയ്ക്ക് വേദിയൊരുങ്ങി എന്ന് മാത്രമല്ല, ആഗോള സഭയുടെ വലിയ ഇടയനുമായി കൂടിക്കാഴ്ച നടത്താനും വലിയ ഇടയന്റെ അപ്പസ്തോലിക ആശീർവാദം സ്വീകരിക്കുവാനും പാപ്പയുമായി വ്യക്തിപരമായി സംസാരിക്കുവാനും കർത്താവ് ഷെക്കീനയ്ക്ക് ഇടയാക്കി. തുർക്കിയിൽ പാപ്പയിൽ നിന്ന് മുഖാമുഖം അനുഗ്രഹം ഏറ്റുവാങ്ങിയ അപൂർവ അവസരത്തിന് ഷെക്കീന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരിമത്ര, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബ്രദർ പ്രിൻസൻ VG, ഷെക്കീന ന്യൂസ് വിഭാഗം മേധാവി ജോർജി ജോസ്, ഷെക്കീന യൂറോപ്പ് കോർഡിനേറ്റർ ബ്രദർ വിന്നർ എന്നിവർക്കൊപ്പം ടീം ഷെക്കീന സാക്ഷ്യം വഹിച്ചപ്പോൾ അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത് നാളുകളായുള്ള ഷെക്കീന കുടുംബത്തിന്റെ പ്രാർത്ഥനകൾ കൂടിയായിരുന്നു. ഒപ്പം തുർക്കിയുടെ മണ്ണിൽ ദൈവനിയോഗത്തിന്റെ ഭാഗമായി നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമാണുള്ളത്. മാനുഷികമായ മുൻവിധികളും സാധ്യതകളും തിരുത്തിക്കൊണ്ട് 2 പ്രാവശ്യം പാപ്പയുമായി അനുവദിക്കപ്പെട്ട കൂടിക്കാഴ്ചയിൽ പ്രിയ പിതാവിന്റെ പിതൃസഹജമായ സാമീപ്യവും വാത്സല്യപൂർവമായ സംഭാഷണവും ഹൃദ്യമായ ഇടപെടലും ഇനിയുള്ള ശുശ്രൂഷ വഴികളിൽ പകർന്ന കരുത്തും പിന്തുണയും ചെറുതല്ല എന്ന് നിസ്സംശയം പറയാൻ ടീം ഷെക്കീനയ്ക്ക് സാധിക്കും. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവ് തന്റെ ഭൗമിക ജനനത്തിന്റെ 2025 വർഷങ്ങൾക്ക് ശേഷം ഇന്നും സഭയിലൂടെ ലോകാവസാനത്തോളമുള്ള തന്റെ പ്രവർത്തനം തുടരുമ്പോൾ വലിയ ഇടയനുമായുള്ള ഈ കൂടിക്കാഴ്ച അസാധാരണ കർത്തൃപ്രവൃത്തിയുടെ ഒരു നേർചിത്രമായി മാറുകയായിരുന്നു. കർത്താവിനും സഭയ്ക്കും വേണ്ടിയുള്ള ഷെക്കീനയുടെ ശുശ്രൂഷകൾക്ക് സഭയുടെ കാവലാളായ പാപ്പയിലൂടെ സ്വർഗം അംഗീകാര മുദ്ര പതിപ്പിച്ചു നൽകുകയായിരുന്നു. തന്റെ മഹത്വപൂർണമായ ദ്വിതീയ ആഗമനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടാനുള്ള ദൈവരാജ്യ വേല ത്വരിതപ്പെടുത്താനുള്ള ദൗത്യത്തിൽ ഷെക്കീനയ്ക്ക് സ്ഥിരീകരണം നൽകുകയായിരുന്നു. വിശ്വാസ സത്യങ്ങൾ പ്രതിരോധിച്ചും സഭാ പാരമ്പര്യങ്ങൾ സംരക്ഷിച്ചും തിന്മയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടിയും വ്യക്തിമുദ്ര പതിപ്പിച്ച ഷെക്കീനയുടെ ശുശ്രൂഷകൾക്ക് സഭാ തലവനിലൂടെ ലഭിച്ച സ്വർഗത്തിന്റെ കയ്യൊപ്പ് തുടർന്നുള്ള ശുശ്രൂഷകളിൽ പൂർവാധികം ധീരോചിതമായി അന്ത്യകാല പ്രേക്ഷിത വേല തുടരാൻ ഒരു ആഹ്വാനം കൂടിയായിരുന്നു. സത്യവിശ്വാസം പ്രതിരോധിക്കുന്ന പ്രവാചക ശുശ്രൂഷയിൽ ഒറ്റയ്ക്കല്ലെന്നും പാരമ്പര്യങ്ങൾ അമൂല്യ കലവറയായി സൂക്ഷിക്കുന്ന സാക്ഷികളുടെ ഒരു വലിയ കൂട്ടായ്മ സഭയ്ക്ക് അന്യമായിട്ടില്ലെന്നും തുർക്കിയിലെ പേപ്പൽ കൂടിക്കാഴ്ച ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. ഏതായാലും ഓർമ്മകളുടെ കലവറയിൽ തങ്കലിപികളിൽ കുറിക്കപ്പെട്ട അവിസ്മരണീയ അത്യാനന്ദത്തിന്റെ അവർണീയ നിമിഷങ്ങളാണ് സ്വർഗം ഷെക്കീനയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ടീം ഷെക്കീനയുടെ നേതൃത്വത്തോടൊപ്പം കർത്താവിന് ഹൃദയംഗമമായ നന്ദിയും മഹത്വവും കരേറ്റി അവിടുത്തെ ഉപരി മഹത്വത്തിനായുള്ള ശുശ്രൂഷകളിൽ പേപ്പൽ അനുഗ്രഹത്തിലൂടെ ഇരട്ടി തീക്ഷ്ണതയോടെ അധികമായ അഭിഷേകത്തോടെ പ്രേക്ഷകരുടെ പ്രാർത്ഥനാ പിന്തുണയോടെ പ്രയാണം തുടരട്ടെ.